ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേളികൊട്ട് ഏതാണ്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും തമ്മിൽ വെറും 4 മാസത്തെ വ്യത്യാസം മാത്രമുള്ളതിനാൽ മിക്ക മുന്നണികളും, പ്രത്യേകിച്ച് UDF, അവരുടെ ആത്മവിശ്വാസം മുതലെടുത്തുകൊണ്ട് അവർ വളരെ സജീവമായി കഴിഞ്ഞ ദിവസം കൂടിയ KPCC യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം ഫെബ്രുവരി ആദ്യം തന്നെ 140 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ആ നിലയ്ക്ക് കേരളത്തിലെ പ്രമുഖമായ സീറ്റുകൾ എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച ആലോചനയ്ക്ക് സമയമായി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറയുന്ന ചരിത്രാതീത കാലം മുതൽ തന്നെ കപ്പൽ നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച ബേപ്പൂർ മണ്ഡലത്തിൻ്റെ പ്രധാന പ്രത്യേകത 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 2 പാർട്ടി ആയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 1967 മുതൽ CPMൻ്റെ കുത്തക സീറ്റെന്ന് പറയാവുന്ന ഒന്നാണ് ബേപ്പൂർ. 1977 മുതൽ 80 വരെയുള്ള ചെറിയ കാലയളവിൽ മാത്രമാണ് അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് നാളിതുവരെയും CPM സ്ഥാനാർത്ഥികൾ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. CPM സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അങ്ങനെ ഒരു സീറ്റിൽ ഇത്തവണത്തെ വലിയ പ്രത്യേകത, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ വ്യത്യാസമൊന്നും, വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം UDF ജയിച്ചിരിക്കുന്നു. അതിൻ്റെ കണക്കുകൾ ആദ്യം അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശ്രീ വഹീദ്, അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന തദ്ദേശ വാർഡുകൾ, പ്രത്യേകിച്ചും 2 മുനിസിപ്പാലിറ്റികൾ, ഒരു പഞ്ചായത്ത്, കടലുണ്ടി പഞ്ചായത്ത്, കോർപ്പറേഷനിലെ 14 വാർഡുകൾ, എന്താണ് അതിൻ്റെ പൊസിഷൻ? ഈ ബേപ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 2 മുനിസിപ്പാലിറ്റികളാണ് രാമനാട്ടുകരയും നമ്മുടെ ഫറോക്കും. അതിൽ ഈ രാമനാട്ടുകരയിൽ UDF 22 സീറ്റുകൾ വിജയിച്ചപ്പോൾ LDFന് വെറും 9 വാർഡുകൾ മാത്രമേ നിലനിർത്താനായുള്ളൂ. അതുപോലെ ഫറോക്കിലാണെങ്കിൽ 23 സീറ്റിൽ UDF വിജയിക്കുകയും 15 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ അവിടെ ഈ 2 മുനിസിപ്പാലിറ്റികളും അവർ UDF പിടിച്ചെടുത്തു കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളാണ് എനിക്ക് തോന്നുന്നു ബേപ്പൂർ മണ്ഡലത്തിൻ്റെ സിംഹഭാഗവും വരുന്നതാണ്. പിന്നെ ഇതിനോടൊപ്പം കടലുണ്ടി പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് LDF നിലനിർത്തി. അത് ശരിക്കും അവിടെ വലിയ വ്യത്യാസമില്ല, 9-13 എന്നുള്ള നിലയിൽ LDF നിലനിർത്തി. പിന്നെ വരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ 14 വാർഡുകളാണ്. ആ 14 വാർഡുകളിൽ 1 NDA വിജയിക്കുന്നു. ബാക്കി 13-ൽ 4 UDFനും 9 സീറ്റുകൾ LDFനും നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു മുൻകൈ ശരിക്കും വന്നത് അവിടെ ഈ കോർപ്പറേഷൻ മേഖലയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. LDFന് മൊത്തം വാർഡുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ UDF 58 ജയിച്ചപ്പോൾ 46 സീറ്റിൽ മാത്രമാണ് LDF ജയിക്കാൻ കഴിഞ്ഞത്. അത് വളരെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് തന്നെ പറയാം. ഇത്തരം വലിയൊരു പിന്നോട്ട് പോക്ക് അവിടെ LDFന് സംഭവിച്ചത്. ബേപ്പൂരിനെ സംബന്ധിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥാനന്തരം നടന്ന ആ ഒരു തിരഞ്ഞെടുപ്പിൽ 77 NP മൊയ്തീൻ ഒരു ചെറിയൊരു വിജയം അവിടെ കരസ്ഥമാക്കിയത് ഒഴികെ ബാക്കി 67 മുതൽ ഈ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ LDF കുത്തകയാക്കി വെച്ചിരിക്കുന്നു. 80 മുതൽ 82 വരെ NP മൊയ്തീനായിരുന്നു. പക്ഷേ അപ്പം LDFിന്റെ കൂടെ നിന്ന INC-U എന്ന് പറയുന്ന അതെ. അപ്പോൾ ഈ വിജയം എന്ന് പറയുന്നത് UDFന് ഒരു ആത്മവിശ്വാസം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നടന്ന ഒരു സംഭവ വികാസം, അതായത് UDF കൂടുകയും അവർ ഈ PV അൻവറിൻ്റെ പാർട്ടിയായ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സിനെ അസോസിയേറ്റ് മെമ്പറായിട്ട് UDFിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിന് പിന്നാലെ ഈ ബേപ്പൂർ മണ്ഡലത്തിലാകെ PV അൻവറിന് സ്വാഗതം എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിനർത്ഥം PV അൻവറിനെ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന UDFുകാർ, പ്രവർത്തകർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ആലോചിക്കുന്നുണ്ട് തവനൂർ അല്ലെങ്കിൽ ഈ ബേപ്പൂർ, ഈ 2 മണ്ഡലത്തിൽ ഏതെങ്കിലും അതെ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ LDFിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം തന്നെ അദ്ദേഹം തുടങ്ങിയ പ്രചരണം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശരിക്കും ഇത് കേരളത്തിലെ പോലീസിൻ്റെ RSS വൽക്കരണത്തിനെതിരെ ഉള്ള ഒരു പ്രചരണവും അതുമായിട്ട് വന്ന് അദ്ദേഹം ഒരു പരിധി വരെ കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പിൽ UDFന് ഈ ഒരു ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമാക്കി ഉണ്ടാക്കി കൊടുത്തതിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെ നടപടികളിൽ ഉണ്ടായിട്ടുണ്ട്, സംശയമൊന്നുമില്ല.
അത് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നത് ഞാൻ പിണറായിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു, ഞാൻ മരുമോനസത്ത് തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം മൊത്തത്തിൽ പ്രചരിപ്പിക്കാറ്. ഓരോ പത്രസമ്മേളനത്തിനും പറയുന്നതാണ്. ഇന്നലെ തന്നെ ഈ UDFിൻ്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ പത്രക്കാരെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പിണറായിസത്തിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് UDFുമായിട്ട് യോജിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്, മരുമോനിസത്തെ ഞാൻ എങ്ങനെയും പരാജയപ്പെടുത്തുമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം പറയുന്നതിൽ ഒരു വ്യംഗ്യാർത്ഥം ഇതാണ്, ഞാൻ പിണറായിയുടെ മരുമകൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന റിയാസിനെയാണ്, ശ്രീ മുഹമ്മദ് റിയാസിനെയാണ്. അപ്പോൾ PM മുഹമ്മദ് റിയാസിനെതിരെ അദ്ദേഹം മത്സരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നുകൂടി ഊർജ്ജം കിട്ടിയിരിക്കുന്നത് ഈ റിസൾട്ടുകളാണ്. അപ്പോൾ മാത്രമല്ല UDFിന് വലിയ വിരോധം തോന്നാനും സാധ്യതയില്ല. കാരണം അവരുടെ കയ്യിലുള്ള സീറ്റല്ല, 2 വർഷമായി, മാത്രമല്ല എത്രയോ വർഷങ്ങളായി CPMന്റെ കുത്തകയായ ഒരു സീറ്റിലേക്ക് സ്വമേധയാ മത്സരിക്കാൻ തയ്യാറായി ഒരാൾ വരികയും UDFിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറായി വരികയും അത് PV അൻവറിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, വലിയ ഒരു എന്താണ്, കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ UDFിന് വേണ്ടിയിട്ട് ശക്തമായ വാദിക്കാൻ വേണ്ടി വീണ് കിട്ടിയ ഒരാൾ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്ന ഒരാളാണ്. അതെ, അദ്ദേഹത്തെ ശരിക്കും യഥാർത്ഥത്തിൽ UDF കുറച്ചുകൂടെ കരുതലോടെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു ഷുവറായിട്ടുള്ള ഒരു സീറ്റ് കൊടുക്കുകയും കേരളമാകെ അദ്ദേഹത്തെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു ലീഡിങ് ക്യാമ്പയിനറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഈ അവസ്ഥയിൽ UDF ചെയ്യേണ്ടത് അതാണ്. എന്നാൽ അദ്ദേഹത്തിന് ശരിക്കും അതിലുപരി അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നമ്മൾ കാണുന്നത് ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ എവിടെയും പോയി ഫൈറ്റ് ചെയ്യുക, പലയിടത്തും പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. മുമ്പ് അറിയാമായിരിക്കും, DCC വൈസ് പ്രസിഡൻ്റായിരിക്കെ ഈ നമ്മുടെ ഏറനാട് മണ്ഡലത്തിൽ പോയി റിബലായി മത്സരിച്ച് അദ്ദേഹം അവിടെ 2ാം സ്ഥാനത്ത് വരികയും അവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി 3ാമത് പോവുകയും ചെയ്തു. LDFിൻ്റെ CPI ആയിരുന്നു. അപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥി 3ാമത് പോകുന്ന ഒരവസ്ഥ വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോയി മത്സരിക്കുന്നു. അവിടെയും അദ്ദേഹം തരക്കേടില്ലാതെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. 40,000-40,000-ഓളം 37,000-ലധികം വോട്ട് അവിടെ സമാഹരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ എന്ന കോൺഗ്രസിൻ്റെ കോട്ട, ഇപ്പോൾ ബേപ്പൂർ നമ്മൾ LDFിൻ്റെ കോട്ട എന്ന് പറയുന്നത് പോലെ ഒരു കാലത്ത് താങ്കൾ പറഞ്ഞിരുന്നല്ലോ, അവിടെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന പോലെ നിലമ്പൂർ സുൽത്താനായിരുന്നു. നിലമ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട ആളാണ് രാഷ്ട്രീയ. അതെ, അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ നിലമ്പൂരിൽ അദ്ദേഹം നിലമ്പൂർ സുൽത്താൻ എന്നാണ് വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാര്യം അതുകൊണ്ടായിരിക്കും അദ്ദേഹം ബേപ്പൂരിലെ രാഷ്ട്രീയ സുൽത്താനാവാൻ വേണ്ടിയിട്ട് വരുന്നത്. അടുത്ത ശ്രമമായിരിക്കണം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചത് അങ്ങനെ ഒരു ആശയമാകാനാണ് സാധ്യത. അദ്ദേഹം പൊതുവെ പുറത്തു പറയുന്നത്, ഞാൻ റിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കിട്ടണം, ഞാനത് ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ അത് പ്രയോജനകരമാക്കാം UDFിന് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പം പുറത്ത് അടുത്ത കേന്ദ്രങ്ങളോടൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ആകെ വളരെ മലബാർ ദേശത്ത് ഇത്രയും അദ്ദേഹമാണ് അവിടെ വരികയാണെങ്കിൽ ഇത്രയും ആവേശകരമായ ഒരു മത്സരമോ ഇത്രയും കൗതുകകരമായ ഒരു മത്സരമോ നമുക്ക് വേറെ കാണാൻ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബേപ്പൂർ ശരിക്കും കേരള ശ്രദ്ധ മൊത്തം ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി മാറാൻ പോവുകയാണ് 2026 തെരഞ്ഞെടുപ്പിൽ നിന്നാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, സാഹിത്യത്തിലെ വലിയ മഹാപ്രതിഭയായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ്. പിന്നീട് രാഷ്ട്രീയ സുൽത്താനായി മാറുക എന്ന് പറയുന്ന ആശയം തന്നെ വളരെ നല്ലതാണ്. ഒന്ന് ഈ ഒരു കടുത്ത മത്സരം എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയം അങ്ങേയറ്റം ശ്രദ്ധേയമായി നോക്കുന്ന ഒരു മത്സരമായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഒന്ന് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മരുമകൻ എന്നുള്ള ഒരു വിലാസം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അഖിലേന്ത്യാ DYFയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന ആളാണ്. അതെല്ലാം വസ്തുതയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുടുംബവാഴ്ച എന്ന് പറയുന്ന ആ ഒരു എലിമെന്റ് കൂടി ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുകയും അത് UDFിന് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അത് അൻവറിൻ്റെതായ മാത്രം നിലപാടാണ്. ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നത് അൻവർ മാത്രമാണ്. നമ്മൾ കേരളത്തിൽ വേറെ രാഷ്ട്രീയ നേതാവ് ഈ 2 വാക്കുകൾ, പിണറായിസം എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ മരുമോനിസം എന്ന് പറയുന്ന ഒരു ടേം, ഈ 2 ടേം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അൻവറിനെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ അൻവർ അത് എങ്ങനെ എൻകാഷ് ചെയ്യാം എന്നുള്ളതാണ്. ഈ 2 ടേം വെച്ചുകൊണ്ട് എങ്ങനെ അതിനെ എന്താ പറയുക, തൻ്റെ രാഷ്ട്രീയ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ 2 ടേം എങ്ങനെ ഉപയോഗിച്ച് എങ്ങനെ നേടാമെന്നുള്ളതിന് വേണ്ടി ആയിരിക്കണം അദ്ദേഹം ബേപ്പൂർ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു UDF ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു സീറ്റ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹത്തിന് ഒരു സീറ്റ് എന്തായാലും അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കും. അത് ഒരുവിധം സേഫായിട്ടുള്ള ഒരെണ്ണം കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് അദ്ദേഹം ഒരു ഫൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സ്വതവേ ഒരു ഫൈറ്ററാണ്.
അപ്പോൾ ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്ത് തോക്കുകയാണെങ്കിൽ തോക്കട്ടെ, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇല്ലാതില്ല. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. ചരിത്രത്തിൽ തന്നെ ഇത്രയും കുറഞ്ഞ ഗ്യാപ്പിൽ ഒരു ഇലക്ഷൻ. മാത്രമല്ല അതിൻ്റെ ചൂട് നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് കരുക്കളും ഒരുപാട് വിഷയങ്ങളും രാഷ്ട്രീയമായ ഒരുപാട് വിവാദങ്ങളും ഒക്കെ കത്തിജ്വലിച്ച് നിൽക്കുകയും ചെയ്യുന്നു. പെട്ടെന്നൊന്നും കിട്ടണമെന്നതുമില്ല. ആ സാഹചര്യത്തിൽ ബേപ്പൂരിലെ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളം ഒട്ടുക്കും ഉറ്റുനോക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ, അപ്പോൾ നമുക്ക് ഇത് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷേ ഒരു കൗതുകരമായ മത്സരമായിരിക്കും, വളരെ ഒരു ചൂടേറിയ പ്രചരണങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത മാസങ്ങളിൽ അങ്ങോട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള വിലയിരുത്തലുകളും നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കാണാം.